സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും മറ്റൊരു വിഷുക്കാലം കൂടി വരവായി. കണ്ണനെ കണി കാണാൻ ഗുരുവായൂരിൽ 10,000-ങ്ങളാണ് എത്തിയത്. ക്ഷേത്രത്തിൽ പുലർച്ചെ 2:45 മുതൽ 3:45 വരെയായിരുന്നു വിഷുക്കണി ദർശനം. ശ്രീകോവിലിന്റെ മുഖമണ്ഡപത്തിലാണ് കണിയൊരുക്കിയത്. ഓട്ടുരുളിയിൽ ഉണക്കലരി, വെള്ളരിക്ക, നാളികേരം, ചക്ക, മാമ്പഴം, ഗ്രന്ഥം, വാൽക്കണ്ണാടി, സ്വർണം, പുതുപ്പണം, കൊന്നപ്പൂവ്, അലക്കിയ മുണ്ട് എന്നിവ കണിയായൊരുക്കി. ഗുരുവായൂരപ്പന്റെ വലതുഭാഗത്ത് ആലവട്ടം, വെഞ്ചാമരം, നെറ്റിപ്പട്ടം എന്നിവ കൊണ്ട് അലങ്കരിച്ച സ്വർണ്ണ സിംഹാസനത്തിൽ കണ്ണന്റെ തങ്കത്തിടമ്പും കണിക്കോപ്പുകളും ഭക്തർക്ക് കണി കാണാനായി ഒരുക്കിയിരുന്നു. ശ്രീകോവിലിന് പുറത്ത് നമസ്കാര മണ്ഡപത്തിലും കണിയൊരുക്കി. ഗുരുവായൂരിന് പുറമെ ശബരിമലയിലും ആറന്മുള ക്ഷേത്രത്തിലും വിഷുക്കണി കാണാൻ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. സന്നിധാനത്ത് പുലർച്ചെ 4-ന് തന്ത്രി കണ്ഠർ രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിച്ച് അയ്യപ്പന് വിഷുക്കണി കാണിച്ചു. തുടർന്ന് തന്ത്രിയും മേൽശാന്തിയും ഭക്തർക്ക് വിഷുക്കൈനീട്ടം നൽകി. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ വിഷുദിനത്തിൽ ഭക്തർ വഞ്ചിപ്പാട്ട് വഴിപാടായി സമർപ്പിച്ചു. തെക്കൻ കേരളത്തിലെ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വിപുലമായ വിഷു ആഘോഷം സംഘടിപ്പിച്ചു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും പുലർച്ചെ മുതൽ വിഷുക്കണി ദർശനത്തിനായി നിരവധി ഭക്തരാണ് എത്തിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.